എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, പതിവ് രീതി വിട്ട്, അതായത് പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഗോചരാവസ്ഥകളെ പറ്റിയും വിട്ടിട്ട് ഒരു താന്ത്രിക പരിഹാരം, എല്ലാവർക്കും ആവശ്യമായ ഒരു താന്ത്രിക പരിഹാരം തരാമെന്ന് ഉദ്ദേശിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരാൽ നിറയെ കൊടുത്ത്, അതുപോലെ ഞങ്ങളാലും നിറയെ സുഹൃത്തുക്കൾക്ക് നൽകി പ്രയോജനപ്പെട്ട ഒരു പരിഹാരമാണ്. ഇന്നും നന്നായിട്ട് പോകുന്ന ഒരു പരിഹാരമാണ്. ഇതിന് വലിയ ചിലവൊന്നുമില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യേണ്ടത്, അതായത് കുലദേവത എല്ലാവർക്കും പ്രധാനപ്പെട്ട കാര്യമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. കാരണം നമുക്ക് കുലദേവതയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. കുലദേവത കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ള ദേവന്മാർ. ഗ്രാമദേവതയായാലും ശരി, പിന്നെ മറ്റ് തട്ടകത്തിലമ്മ ദൈവ, അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. അതുപോലെ പ്രധാനപ്പെട്ട ദൈവങ്ങളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ, അവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവരിൽ നിന്നും നമുക്ക് വാങ്ങേണ്ടത്, തരേണ്ടത്, വാങ്ങിത്തരുന്നത് കുലദേവതയാണ്. അതുപോലെ തന്നെ കുലദേവത പ്രശ്നമുണ്ടെങ്കിൽ ഒന്നും നടക്കുകയില്ല. കാരണം നിങ്ങൾ എത്ര പോയി തിരുപ്പതിയിൽ പോയിട്ട് സ്വർണം കൊടുത്താലും നിങ്ങൾക്ക് ധനം കിട്ടില്ല. കാരണം കുലദേവത അവിടെ പറയും, കുലദേവതയോട് ചോദിക്കാതെ ഒന്നും തരില്ല. അവരാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പം എല്ലാവർക്കും എല്ലായിടത്തിലും ഈ കുലദേവത ചിലർക്ക് അറിയില്ല, ചിലർക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയൊക്കെ പലതരത്തിൽ ചിലർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു താന്ത്രിക പരിഹാരത്തിലൂടെ ഈ കുലദേവതാ ദോഷം ഏറെക്കുറെയൊക്കെ കുറയ്ക്കാമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും നമുക്ക് അനുഭവത്തിലുള്ളതും. അപ്പം അതെന്താണെന്ന് ഞാനിന്ന് പറയാം. അതായത് ഞാനിപ്പോൾ പറയുന്നത് ഓരോ രാശിയുടെയല്ല. നമ്മളിപ്പോൾ നമ്മുടെ കാലപുരുഷൻ, അതായത് മേടം മുതൽ മീനം വരെയുള്ള ആ യൂണിവേഴ്സിൻ്റെ, അതാണ് നമ്മുടെ യഥാർത്ഥ ആരൂഢം, ലോകത്തിൻ്റെ ആരൂഢം, മേടം മുതൽ മീനം വരെ. അപ്പോൾ മേടത്തിൻ്റെ 5ാം ഭാവമാണ്, അതായത് 5ാം ഭാവമാണ് എല്ലാവരുടെയും കുലദേവതയെ നിർണ്ണയിക്കുന്നത്. രത്നത്തിൻ്റെ 5ാം ഭാവമാണ് എടുക്കുന്നത്. അപ്പോൾ കാലപുരുഷൻ്റെ 5ാം ഭാവം നമുക്ക് എടുക്കാം. എന്താ? ചിങ്ങമാണ്. അപ്പം ചിങ്ങത്തിൻ്റെ അധിപനാരാണ്? സൂര്യദേവനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും എടുക്കാം. അപ്പോൾ സൂര്യദേവൻ എവിടെയാണ് ഉച്ചത്തിൽ വരുന്നത്? നമുക്കറിയാമല്ലോ, സൂര്യഭഗവാൻ ഉച്ചത്തിൽ വരുന്നത് മേടൻ രാശിയിലാണ്, അതായത് ചൊവ്വായുടെ നക്ഷത്രത്തിലാണ്. അപ്പം അവിടെയാണ് ചൊവ്വയുണ്ട്, സൂര്യനുണ്ട്. പിന്നെ മേടത്തിൻ്റെ സപ്തമാധിപതി, അതായത് പരിഹാരം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, 7ാം ഭാവാധിപതിയെ വെച്ച് വേണം പരിഹാരം എടുക്കാൻ. എന്നാലും അത് വർക്കൗട്ട് ആകത്തുള്ളൂ. കൂടുതൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമായിരിക്കും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ 7ാം ഭാവാധിപതിയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി, മേടത്തിൻ്റെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ തുലാമാണ്. തുലാത്തിൽ ഉച്ചത്തിൽ വരുന്ന ഏത് ഗ്രഹമാണ്? തുലാത്തിൽ ഉച്ചത്തിൽ വരുന്നത് ശനിയാണ്. അപ്പം അതുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ഈ ശനിദോഷ പരിഹാരം എന്ന് പറഞ്ഞ് ഓടുന്നത്. മനസ്സിലായില്ല? കാലപുരുഷൻ്റെ തന്നെ 7ാം ഭാവത്തിൽ, കാലപുരുഷൻ്റെ തന്നെ പരിഹാരത്തിലേക്ക് വരുന്ന ദേവത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാണ്. തുലാത്തിൽ ഉച്ചത്തിൽ വരുന്നതാണ് ശനി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇവരെയൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രനാണ്. നമുക്കിതൊക്കെ ചെയ്യാൻ എപ്പോഴും, നമുക്ക് ഏത് കാര്യമായാലും, പിന്നെ കർക്കിടക രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ രാശിയായിരിക്കും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ. നമ്മുടെ മനസ്സുണ്ടെങ്കിലേ എല്ലാ കാര്യവും സാധിക്കുകയുള്ളൂ, അല്ലേ? എന്ത് വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും മനസ്സ് നമുക്ക് സ്റ്റഡി ആയിരിക്കണം. അപ്പോൾ അപ്പോൾ കർക്കിടകത്തിൽ ഉച്ചത്തിരിക്കുന്ന ആരാണ്? ഗുരു ഭഗവാനാണ്. ഇപ്പോൾ നമ്മൾ എന്തിനെല്ലാം എടുത്തു? ചിങ്ങത്തിൻ്റെ സൂര്യൻ, മേടത്തിൻ്റെ ചൊവ്വ, തുലാത്തിലെ ശനി, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ അധിപനായിട്ടുള്ള ഗുരുഭഗവാൻ. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ ചേർത്തൊരു പരിഹാരം ചെയ്താൽ എവിടെ ചെയ്യണം? ഏറ്റവും, അതായത് നവഗ്രഹങ്ങളിലെ ഏറ്റവും ഒന്നാമനും ഏറ്റവും ശക്തിമാനായത് എപ്പോഴും കേതുവാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. കേതു ഇല്ലാതെ ഒരു ആരൂഢം ഇല്ല. കേതുവാണ് ഏറ്റവും ശക്തിയുള്ള. അതാണ് നമ്മൾ 7-ന് ഇത്ര പ്രാമുഖ്യം, ന്യൂമറോളജിയിൽ 7-ന് ഇത്ര പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണപതിയാണ് കേതുവിൻ്റെ അധിപൻ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, അല്ലേ? അപ്പോൾ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ചയോ ഗണപതി ഭഗവാന്റെ മുമ്പിൽ പോയിട്ട്
സൂര്യൻ്റെ ധാന്യം എന്തുവാണ്? ഗോതമ്പാണ് അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ പൊടിച്ച ഗോതമ്പ് വെച്ചിട്ട് ഒരു വിളക്കുണ്ടാക്കുക. ചെറിയ വിളക്ക് മതി. നമ്മൾ ഈ സാധാരണ പിന്നെ ചിരാതെന്നൊക്കെ പറയില്ല, മൺചിരാതെന്നൊക്കെ പറയില്ല, അതേ രൂപത്തിൽ നല്ല വിളക്കുണ്ടാക്കുക. വിളക്കുണ്ടാക്കി സൂര്യനിൻ്റെ, അതായത് വെയിലത്ത് തന്നെ വെച്ച് ഉണക്കി അതൊരു വിളക്ക് രൂപത്തിലാക്കുക. എന്നിട്ട് അതിൽ ആരാ അടുത്തത്? ചൊവ്വയുടെ ആരാണ്? കുങ്കുമപ്പൂ. ഏറ്റവും ബെസ്റ്റ് പരിഹാരം കുങ്കുമപ്പൂവാണ് ചൊവ്വയ്ക്ക്. അപ്പോൾ അതിൽ കുറച്ച് കുങ്കുമപ്പൂ ഇടുക. ഓക്കെ, അച്ചരാതിനകത്ത്. പിന്നെ ആരാണ്? ശനിയോടെ വരുന്നുണ്ടല്ലേ, തുലാത്തിൻ്റെ ഏറ്റവും ശനി ഭഗവാനാണ്. അപ്പോൾ ശനി ഭഗവാന്റെ ആയതെന്താണ്? നല്ലെണ്ണയാണ്. അപ്പം ചക്കിലാട്ടിയ നല്ല ഈ കടയിൽ കിട്ടുന്ന നമ്മളെ ഈ പിന്നെ വിളക്കെണ്ണ ഒന്നും വാങ്ങിച്ച് ദയവേദം ഒഴിക്കരുത്. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. നല്ല ഫ്രഷായിട്ട്, അതായത് ചക്കിലാട്ടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതേ നല്ലെണ്ണ അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റിയുള്ള നല്ലെണ്ണ വാങ്ങിച്ച് പിന്നെ ചിരാതിലൊഴിച്ച് പഞ്ഞിത്തിരി എന്ന് കേട്ടിട്ടുണ്ടോ? പഞ്ഞിത്തിരി നമുക്ക് എല്ലായിടത്തും കിട്ടും. പഞ്ഞിത്തിരി വാങ്ങിക്കുക, പഞ്ഞിത്തിരി ഇട്ട്. അപ്പോൾ ഇത് ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, വിളക്കിൽ എപ്പോഴും വന്നിട്ട് ഫുള്ളായിട്ട് പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കരുത്. കാരണം കാലാൻ പാടില്ല എന്ന് പറയും. അത് വെളിയിലേക്ക് വരരുത്. നമ്മളെപ്പോഴും ഒരു മുക്കാലേ ഒഴിക്കാവൂ. അപ്പോഴേ നമുക്ക് ആ ദീപം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ ദീപം വയ്ക്കുക. ആ ദീപം ഇവിടെ വെക്കണം. ഒരു വാഴയിലയിൽ, ഒരു തലവാഴയില എന്താ വെക്കാൻ കാരണം? തലവാഴയില എന്ന് പറയുന്നത് എപ്പോഴും വന്നിട്ട് ഗുരുഭഗവാനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ എല്ലാ ഉച്ചാവസ്ഥയിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും വെച്ചിട്ട് മഹാഗണപതിക്ക് അല്ലെങ്കിൽ ഗണപതി ഭഗവാന് പിന്നെ ഇതൊന്ന് ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ രാവിലെ കൊണ്ടുവന്ന് ഒരു 6:30-ക്കും 7:30-ക്കും ഇടയിൽ മുമ്പിൽ വെച്ച് സമസ്ത അപരാധങ്ങളും ക്ഷമിക്കണം, എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കുലദേവതാദോഷം ഉണ്ടെങ്കിൽ മാറണമെന്ന് പറഞ്ഞ് ചെയ്താലുണ്ടല്ലോ, ഇതൊരു 7 പ്രാവശ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് നോക്കിയാൽ, ആരുടെ ഒരു നല്ലൊരു ആചാര്യനെ കൊണ്ട് ഒരു ഇതെടുത്ത് നോക്കിയാൽ മതി, ഒരു പ്രശ്നം എടുത്ത് നോക്കിയാൽ മതി, നിങ്ങളുടെ കുലദേവതാദോഷം മാറിയതായിട്ട് കാണാൻ പറ്റും. ഇത് കൺകണ്ട വിദ്യയാണ്, ഇത് താന്ത്രിക വിദ്യയാണ്. ദയവേത് എൻ്റെ പ്രേക്ഷകരെല്ലാം ഇത് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുലദേവതാദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. നമസ്കാരം. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ദയവ് ചെയ്ത് മറക്കരുത്.